الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം തഖ്വ സൂക്ഷ്മത പുലർത്തുവാൻ ആദ്യമായി എന്നെയും ഞങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന, മരിച്ച് മണ്ണായതിനു ശേഷം അല്ലെങ്കിൽ എല്ലുകൾ നിരുമ്പിപ്പോയതിനു ശേഷം വീണ്ടും നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ എന്ന് അതിൽ ആശങ്കയും സംശയവും രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന മറുപടിയാണ് വിവിധ ആയത്തുകളിലൂടെ കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ശുദ്ധമായ ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചത്തെയും ഈ ലോകത്തെയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച തമ്പുരാനെ മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസകരമല്ല എന്നുള്ളതും, ആദ്യ സൃഷ്ടി നടത്തിയവന് രണ്ടാമത് സൃഷ്ടിക്കുക എന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളതും, നമ്മുടെ വിരൽ തലപ്പ് വരെ ഇത്രയും സൂക്ഷ്മമായി സംവിധാനിച്ച് പടച്ച തമ്പുരാന് നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള മറുപടികളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി അതിനുശേഷമുള്ള പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പല രൂപത്തിലും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി, ഒന്നാമത്തെ കാഹളമുത്തിലൂടെ എല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ കാഹളമുത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുവേണ്ടി അള്ളാഹു ഈ ഭൂമിയെ തന്നെ മറ്റൊന്നായി സംവിധാനിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, യഥാർത്ഥത്തിൽ ഇന്നുള്ള ഈ സംവിധാനങ്ങൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ട് മറ്റൊരു സ്വഭാവത്തിൽ ഇതിനെ സംവിധാനിക്കുകയും അവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും. തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, അള്ളാഹു പറഞ്ഞു, ഇന്നത്തെ ഈ ഭൂമിയെയും ഭൂമിയല്ലാത്ത ഈ ആകാശവും ഭൂമിയൊക്കെ മാറ്റി മറ്റൊന്നായി അള്ളാഹു മാറ്റിമറിക്കുന്ന ഒരു സന്ദർഭം, അവിടെ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. അള്ളാഹു സൂറത്ത് യാസീനിൽ വിശദീകരിക്കുന്ന നമുക്ക് കാണാം. സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വചനം, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ വളരെ ബന്ധപ്പെട്ടുകൊണ്ട് കുതിച്ചു ചെല്ലുകയാണ് അവരുടെ റബ്ബിങ്കിലേക്ക്, അവരുടെ ഖബറുകളിൽ നിന്ന് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തും. മനുഷ്യൻ മരിച്ച് മറമാടപ്പെട്ടതിന് ശേഷം വീണ്ടും ഉണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദർഭവും അതിൻ്റെ ഗൗരവവും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
ധൃതിപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ അവർ കുതിച്ചുകൊണ്ട് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഖാലൂ യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിന. അപ്പോൾ അവർ പറയും, എൻ്റെ നാശമേ, യഥാർത്ഥത്തിൽ ആരാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്ത് നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? യാദാ മാ വഅദർ റഹ്മാൻ, പരമകാരുണികനായ പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനമാകുന്നു ഇത്. വസദഖൽ മുർസലൂൻ, അതുപോലെ തന്നെ പ്രവാചകന്മാർ സത്യമാക്കിയിരിക്കുന്ന കാര്യമാകുന്നു എന്ന് അവർക്ക് അവർ മറുപടി ലഭിക്കുകയും ചെയ്യും എന്ന് ഖുർആനിൽ സൂറത്ത് യാസീനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇൻകാനത്ത് ഇല്ലാ സ്വീഹത്തൻ വാഹിദ, അള്ളാഹു ആ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞു, അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, ആ സന്ദർഭത്തിൽ അവരൊന്നാകെ ഒന്നടങ്കം നമ്മുടെ സമീപത്ത് ഹാജരാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, അന്ന് ഒരാളോടും അക്രമം കാണിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ച പ്രതിഫലമായിരിക്കും അവിടെ വെച്ച് നൽകപ്പെടുക എന്ന് അള്ളാഹു അറിയിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഖബറുകളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഗൗരവകരമായിരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത്, ഇത് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്, പ്രവാചകന്മാർ സത്യമാക്കിയിരിക്കുന്ന കാര്യമാണ്. അനേകം ലക്ഷക്കണക്കായ പ്രവാചകന്മാർ മാനവ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ലോകത്തിൽ എവിടെയെല്ലാം മാനവ സംസ്കാരം നിലനിന്നിരുന്നുവോ, മനുഷ്യ സമൂഹം ഉണ്ടായിരുന്നുവോ, അവിടെയൊക്കെ താക്കീതുകാരായി പ്രവാചകന്മാർ കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഖുർആനിൻ്റെ സന്ദേശം. ആ നിലയ്ക്ക് കടന്നു വന്നിരിക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥങ്ങളും മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യമാണ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായി കണ്ട് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി ബോധ്യപ്പെടും. അതിന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അത് വെറും ഘോരശബ്ദം മാത്രമാണ്, അപ്പോൾ ഒന്നടങ്കം നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നുള്ള കാര്യമാണ് അള്ളാഹു ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ആ നിലക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുന്ന സന്ദർഭം ഖുർആൻ മറ്റ് പല സ്ഥലങ്ങളിലും വിശദീകരിച്ചത് കാണാം. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, ആദ്യത്തെ കാഹളമൂത്തിനെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം രണ്ടാമത്തെ കാഹളമൂത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാഹളമൂത്തുണ്ടാകുന്നു. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അന്നവർ എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ് സിറാഹൻ, അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ സന്ദർഭം ഖുർആൻ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നു. ധൃതിപ്പെട്ടുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. കഅന്നഹും ഇലൈഹിൻ ഇലാ നുസ്ബിൻ യുഫിലൂൻ, ഒരു നാട്ടകൃതിയിലേക്ക് ധൃതിപ്പെട്ട് കടന്നു വരുന്നത് പോലെ എന്നാണ്. ഒരു മത്സരയോട്ടത്തിൽ മുമ്പിൽ ഒരു ഫിനിഷിംഗ് പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റിലേക്ക്, ആ നാട്ടക്കുറിയിലേക്ക് ആളുകൾ ഓടിക്കെതച്ചു വരുന്നത് എന്തൊരു വേഗതയിലായിരിക്കുമോ, അതുപോലെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന സന്ദർഭം അവർ പുറപ്പെട്ടു വരുന്നു എന്നാണ് ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, ഹാഷിയത്തൻ അബ്സ്വാറഹും, അന്ന് അവരുടെ ദൃഷ്ടികൾ കീഴ്പ്പെടുന്നതായിരിക്കും. തറഹത്തുഹും ദില്ല, അതുപോലെ തന്നെ അപമാനം ആവരണം ചെയ്തിരിക്കും. സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭം അപമാനം കാരണം അവരുടെ ആവരണം ചെയ്തിരിക്കുന്ന, അതുപോലെ തന്നെ അവരുടെ ദൃഷ്ടികൾ താഴ്ന്നു പോകുന്ന ദാലിക്കൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, അവിടെയും അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നത് ആ ദിവസം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ദിവസമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന താക്കീത്, അനേകം പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും മനുഷ്യരെ നിരന്തരമായി അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ അവസാനത്തെ വേദഗ്രന്ഥത്തിലൂടെ ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് വെളിച്ചമായി നൽകിയിരിക്കുന്ന ഖുർആനിലൂടെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം, അത് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുവാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സന്ദർഭത്തിൽ മനുഷ്യരുടെ അവസ്ഥ, യൗമ യസ്മഊന സ്വൈഹ, അവർ ആ ഘോരശബ്ദം കേൾക്കുമ്പോൾ, ബിൽ ഹഖി, യഥാർത്ഥത്തിൽ ആ ഘോരശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ, ദാലിക യൗമുൽ ഖുറൂജ്, അത് പുറപ്പാടിൻ്റെ ദിവസമായിരിക്കും. അന്നാണ് അവർ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം.
ഇന്നാ നഹ്നു നുഹ്യി വ നുമീത് വഇലൈനൽ മസീർ. തീർച്ചയായും നാമാണ് അവരെ ജീവിപ്പിച്ചത്, അതുപോലെ തന്നെ അവരെ മരിപ്പിക്കുന്നത്, നമ്മിലേക്ക് തന്നെയാണ് അവർക്ക് തിരിച്ചു വരാനുള്ളത് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തും. അതാണ് നമ്മൾ ഓർമ്മിക്കാറുള്ളത്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ്, മണ്ണിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നത്, ആ മണ്ണിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്, വീണ്ടും ആ മണ്ണിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ആ ഒരു ചിന്ത, ആ ഒരു ബോധം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്നാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അള്ളാഹു അത് നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ വീണ്ടും പറയും നമുക്ക് കാണാൻ സാധിക്കും, വസ്തമേ യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ കരീം. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക, ഒരു വിളിക്കുന്നവൻ്റെ വിളിയെ നിങ്ങൾ കേൾക്കുക. മിൻ മക്കാനിൻ കരീം, വളരെ അടുത്ത സ്ഥലത്ത് നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ കാഹളത്തിൻ്റെ ആ ഘോര ശബ്ദം, യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, യഥാർത്ഥമനുസരിച്ചുകൊണ്ട് ആ ഘോര ശബ്ദം യാഥാർത്ഥ്യമായി അവർ കേൾക്കുന്ന ദിവസം, ദാലിക യൗമുൽ ഖുറൂജ്, അത് പുറപ്പാടിൻ്റെ ദിവസമാകുന്നു എന്ന് അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നിരന്തരമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കുകയും അതിനെ ആ നിലയ്ക്ക് മെച്ചപ്പെടുത്തിയെടുക്കുകയും അതിനെ സംവിധാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മൾ യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, ഫഫസിഅ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, അള്ളാഹു അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? യഥാർത്ഥത്തിൽ അന്ന് ഭയവിഹ്വലരായി തീരും ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാവരും, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. വകുല്ലും അതൗഹു ദാഖിരീൻ, അവർ യഥാർത്ഥത്തിൽ ആ ഭയവിഹ്വലരായി എളിയവരായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരും. വളരെ വിനയാന്വിതരായി അന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരും. എന്നിട്ട് ഖുർആൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു ഖൈറും മിൻഹാ, നന്മയുമായി കടന്നു വന്ന ആളുകൾക്ക് അവർക്ക് അതിനേക്കാൾ ഉത്തമമായതായിരിക്കും ലഭിക്കുന്നത്. വഹുവ മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, അന്ന് യഥാർത്ഥത്തിൽ അവർ ആ ഭയവിഹ്വലതയിൽ നിന്ന് സുരക്ഷിതരായിരിക്കും എന്നല്ലാഹു സൂചിപ്പിക്കുന്നു. എന്നാൽ വമൻ ജാഅ ബിസ്സയ്യിഅ, തിന്മയുമായി കടന്നു വരുന്നവർ, ഫകുബ്ബത് വുജൂഹും ഫിന്നാർ, അവർ നരകത്തിൽ മുഖം കുത്തുന്നവരായിരിക്കും. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അത് അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയും ചെയ്യും. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, ആ സ്വൈഹത്തിൽ, ആ രണ്ടാമതുണ്ടാകുന്ന ഘോര ശബ്ദത്തിലൂടെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മനുഷ്യർ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭം, അവിടെ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത്. അവിടെ നന്മയുമായി കടന്നു വന്ന ആളുകൾക്ക് കൂടുതലായി നന്മ പ്രതിഫലമായി നൽകപ്പെടുന്നു. എന്നാൽ തിന്മയുമായി കടന്നു വന്നവർക്ക് അതിനനുസരിച്ച് കൊണ്ടുള്ള ശിക്ഷയും ലഭിക്കുന്നു എന്നുള്ളാഹു സൂചിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമല്ലയോ എന്നാണ് അള്ളാഹു ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിക്കുക, അള്ളാഹു ആ ദിവസത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്താൻ കാണാൻ സാധിക്കും. യൗമഇദിൻ യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു, ആ എഴുന്നേറ്റ് വരാനുള്ള കാഹളമുത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭം, യാതൊരു വക്രതയുമില്ലാതെ അവർ ആ വിളിയെ പിന്തുടരുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഹശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ, അന്ന് ആ ജനലക്ഷങ്ങൾ, ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭത്തിൽ അവരുടെ എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് കീഴടങ്ങുന്നതായിരിക്കും എന്നാണ്. വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്ന മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ ആ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുമ്പോൾ, ആദ്യ മനുഷ്യൻ മുതൽ അന്ത്യ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടപ്പെടുന്ന ആ വലിയൊരു സന്ദർഭത്തിൽ ഒരു നേർത്ത ശബ്ദമല്ലാതെ കേൾക്കാനില്ല. കാരണം ഇവിടെ 4 ആൾ കൂടിയ ഒച്ചയും ബഹളവും നമുക്കറിയാം. പക്ഷേ കോടിക്കണക്കിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടും അവിടെ യാതൊരു ബഹളവുമില്ല, ഒരു ശബ്ദവുമില്ല, ഒരു നേർത്ത മുഴക്കമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. കാരണം അത്രയും വിനയാന്വിതമായി കീഴ്പ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന ആശങ്കയോടുകൂടി എല്ലാ മനുഷ്യരും അതിനുവേണ്ടി കാത്തിരിക്കുന്ന, ഒരു വിചാരണയെ കാത്തിരിക്കുന്ന, ആ വിചാരണയ്ക്ക് ശേഷം നമ്മൾ നൽകപ്പെടുന്ന രക്ഷാശിക്ഷയെക്കുറിച്ചുള്ള ആ ഭയപ്പാടും ആ ഭ്രമവും ആ പരിഭ്രമവുമെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് അള്ളാഹു ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ വീണ്ടും പറയുന്നു ആ ദിവസത്തിൻ്റെ ഗൗരവം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ,
അന്നത്തെ ദിവസം അവരുടെ സമ്പത്താകട്ടെ അവരുടെ സന്തതികളാകട്ടെ അവർക്ക് പ്രയോജനപ്പെടുകയില്ല. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പത്തും സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സന്തതികളും കുടുംബക്കാരുടെയും സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും സഹായമാർഗങ്ങളോ ആ നിലക്കുള്ള സൗകര്യങ്ങളോ നമ്മുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രയോജനപ്പെടാത്ത ഒരു ദിവസമായിരിക്കും. ഇല്ലാ മനത്തല്ലാഹു ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി കടന്നു വന്നവർക്കൊഴികെ. യാതൊരു തകരാറുമില്ലാതെ നേരത്തെ പറഞ്ഞ സൽക്കർമ്മങ്ങളുമായി പുണ്യകർമ്മങ്ങളുമായി നന്മ പ്രവർത്തിച്ചുകൊണ്ട് ആ സ്വർഗാവകാശികളായി തീരുന്ന ആളുകളല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സമ്പത്താകട്ടെ അവരുടെ സന്താനങ്ങളാകട്ടെ ഒന്നും തന്നെ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. മറ്റൊടുത്ത് അള്ളാഹു വിശദീകരിക്കുന്നു. നോക്കൂ, നമ്മൾ യൗമലാ യൻഫഉ ബൈഉൻ ഫീഹി വലാ ഖുല്ല, യൗമലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല, അന്ന് അവിടെ ക്രയവിക്രയങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, കച്ചവടം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വല സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, വലാ ഷഫാഅ, ശുപാർശകൾ ഉണ്ടായിരിക്കുകയില്ല എന്നെല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്ത് നമുക്ക് പല നിലക്കുള്ള ക്രയവിക്രയങ്ങളും പല ഏർപ്പാടുകളും പല സാമ്പത്തികമായ പദ്ധതികളും അതുപോലെ കച്ചവടങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ പല നിലക്കുള്ള സ്നേഹ സുഹൃത്ത് ബന്ധങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ആളുകളുണ്ടാകും. ഇത്തരത്തിലുള്ള യാതൊന്നും ഉപകരിക്കാത്ത ആ നിലക്കുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഓരോരുത്തരും യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഒറ്റക്കായിത്തീരുന്ന അവസ്ഥാവിശേഷം, ആ കാര്യമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ വീണ്ടും അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം കടന്നുണ്ടാകുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി, അന്ന് മനുഷ്യൻ ഓടിയകലുകയാണ്. യഫിറുൽ മർഉ മിൻ അഖീഹി, അവൻ്റെ സഹോദരനിൽ നിന്നും അവൻ ഓടിപ്പോവുകയാണ്. അതുപോലെ തന്നെ വസാഹിബതിഹി വബനീഹി, അവൻ്റെ ഇണകളിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ സന്തതികളിൽ നിന്നും അവർ ഓടിപ്പോവുകയാണ്. അതുപോലെ അവൻ്റെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി, അവൻ്റെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഓടി അകലുകയാണ്. അന്ന് ഓരോ മനുഷ്യനും അവൻ്റേത് തന്നെ മതിയാവുന്നത്ര ഉണ്ടാകും. മക്കളെക്കുറിച്ച് ആലോചിക്കാൻ നേരമില്ല, ഉപ്പയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല, ഉമ്മയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല, സഹോദരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ ദിവസത്തിൻ്റെ ആ ഭയാനകത. ആ നിലക്ക് ഏതെങ്കിലും നിലക്ക് മറ്റാരെയെങ്കിലും സഹായിക്കുവാനോ ആരുടെയെങ്കിലും സഹായം തിരിച്ചു കിട്ടുവാനോ സാധ്യമല്ലാത്ത വിധം ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യം, യാ നഫ്സി യാ നഫ്സി എന്ന് മാത്രം, എൻ്റെ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും അവർക്ക് അവിടെ ഉണ്ടായിത്തീരുക എന്നാണ് അള്ളാഹു ഇവിടെ വളരെ കൃത്യമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തൻ്റെ മക്കൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ദിവസം. വലാ മൗലൂദിൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, ഒരു സന്തതിയും തൻ്റെ പിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ദിവസം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഫലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഉറന്നകും ബില്ലാഹിൽ ഗറൂർ, ഈ ഐഹികമായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അതുപോലെ തന്നെ പരമവഞ്ചകനായിരിക്കുന്ന പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, നമുക്ക് ഈ കാര്യങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ബാധ്യതയാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകളിൽ ഒട്ടനവധി സൂറത്തുകളിൽ വ്യത്യസ്ത രൂപത്തിൽ മഹ്ശറിനെ സംബന്ധിച്ച്, പുനരുദ്ധാനത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, അവിടെ ഹാജരാക്കപ്പെടുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഭയാനകതയെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും എല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് അവിടെ നമുക്ക് അവസാനമായി അതിൻ്റെ ഒരു സന്ദേശമായി ഉൾക്കൊള്ളാനുള്ള കാര്യമാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. നമ്മൾ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തെക്കവയോടുകൂടി ജീവിക്കുക. എന്താണ് തെക്കവ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ അവൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയമായിക്കൊണ്ട്, അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട്, അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ദിവസം ഇന്ന് നമുക്കറിയാം, മക്കൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് എന്ത് സൗകര്യങ്ങളും ഒരുക്കാൻ തയ്യാറാണ്. തിരിച്ച് മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും 10, 40, 50 വർഷം വിദേശത്ത് പോയി ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരനോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ അദ്ദേഹത്തിനുള്ള പറയാനുള്ള മറുപടി എന്താണ്? ഒന്നുകിൽ എൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മകളുടെ വിവാഹം. ആകെപ്പാടെ 10, 50 വർഷം മുഴുവനും ചോര നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെടുന്നത് മുഴുവനും, എന്നിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. സ്വന്തം മക്കളുടെ കാര്യത്തിന്, സ്വന്തം കുടുംബങ്ങളുടെ കാര്യത്തിന്, അതുപോലെ ഭൗതികമായ ജീവിതത്തിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ്. ഇത്രയും അധികം നമ്മൾ നിരന്തരമായി പണിയെടുക്കുന്ന നമ്മൾ പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകുന്നില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവർക്ക് നമ്മെക്കുറിച്ചുള്ള ആലോചനകളില്ല. നമ്മിൽ നിന്ന് വല്ലതും അവർക്ക് എന്തെങ്കിലും സഹായം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ നിലക്ക് മാതാപിതാക്കൾ മക്കൾക്കോ, മക്കൾ മാതാപിതാക്കൾക്കോ യാതൊരു ഉപകാരവും ചെയ്യാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാത്ത ആ ഒരു ദിവസം ഓരോരുത്തരും അവരവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്തു വേണം? ഫലാ തൗറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. നമുക്ക് സംഭവിക്കുന്ന അബദ്ധം, പരലോകം നമ്മൾ മറന്നു പോകുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ പ്രമത്തതയിലാണ്. ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. നമസ്കരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാതെ പോകുന്നത് സഹോദരങ്ങൾ. ഉള്ള നമസ്കാരം പോലും കൃത്യമായി മനസ്സിൽ തട്ടിക്കൊണ്ട് നിർവഹിക്കാതെ നമ്മൾ കടന്നു പോകുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ഓട്ടോമാറ്റിക്കായി സലാമിൽ അവസാനിക്കുകയും ചെയ്യുന്ന, കേവലം ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന, അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരായി പോകുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർക്കാണ് നാശം. ആർക്കാണ്? നമസ്കാരക്കാർക്കാണ് നാശം. അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത്, പരലോകത്ത് ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന നമസ്കാരം, ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആരാധനാ കർമ്മം, അതിൽ പോലും ശ്രദ്ധയോ സൂക്ഷ്മതയോ ഒന്നുമില്ലാതെ ഒരു കാട്ടിക്കൂട്ടലുകളായി പറയുന്നതെന്താണ്, ചെയ്യുന്നതെന്താണ്, എങ്ങനെയാണ് എന്ന് പോലും അറിയാതെ നമ്മൾ നിർവഹിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ ഈ ബദ്ധപ്പാട്ടും തിരക്കിനുമടക്ക് ജുമഅക്ക് പോലും എത്തിപ്പെടാൻ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കാൻ പോലും സമയമില്ലാതെ കുത്തുബ തീരുമ്പോഴേക്ക് കയറി വരികയും കുത്തുബ തീരുന്നതിനും നമസ്കാരം സലാം കൂട്ടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുകയും ചെയ്യുക എന്നതിലപ്പുറം ലക്ഷ്യമില്ലാത്ത രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാളെ നമുക്ക് ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം അവിടെ നമ്മൾ ഇങ്ങനെ ഈ ഭൗതികമായ ലോകം, ഈ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മാത്രമല്ല വലാ യഖുറന്നകും ബില്ലാഹിൽ ഖറൂർ, പരമവഞ്ചകനും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മെ നിരന്തരമായി തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നിമ്മ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ സന്ദേശമായി ഏറ്റെടുത്തിരിക്കുന്ന, അതിനുവേണ്ടി പാടുപെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പിശാച്, ആ പൈശാചികമായ ദുർമന്ത്രണങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കണം എന്നാണ്. ആ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നമ്മൾ ശരണം തേടണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് തുടങ്ങിയ സൂറത്തുകൾ പ്രത്യേക സന്ദർഭങ്ങളിൽ പോലും പാരായണം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്ത കാര്യം എന്താണ്? ആ പിശാചിൻ്റെ ദുർമന്ത്രണത്തിലൂടെ നമ്മൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ എപ്പോഴും അഭയം തേടുന്ന ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും കാത്തു സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, അവിടെ വരാനിരിക്കുന്ന രക്ഷാശിക്ഷകളെക്കുറിച്ച്, അവിടുത്തെ വിചാരണയെക്കുറിച്ചെല്ലാമുള്ള ആ ബോധം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേയറ്റം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേറ്റത്തെ കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ചു ചെയ്യുന്നു.
നാം മനസ്സിലാക്കിയത് നാളെ രണ്ടാമത്തെ കാഹളമത്തിലൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭയാനകമായ ദിവസത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങളാണ്. ആ ഓർമ്മയോടെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തെ അങ്ങേയറ്റം തെറ്റുകളുള്ളവരാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിതാന്ത ജാഗ്രതയോടുകൂടി അങ്ങേയറ്റത്തെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, നമ്മുടെ വർഷം ഇന്ന ഇദ്ദത്തെ ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ ഫി കിതാബില്ല. അള്ളാഹു സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമാണ്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വർഷം യഥാർത്ഥത്തിൽ 12 മാസങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം. ഖലഖസ് സമാവാതി വൽ അർള മിൻഹ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഏർപ്പാടുകളാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട്, നമ്മളത് ഉൾക്കൊള്ളുക. ഒരു വർഷം കടന്നു പോവുകയും മറ്റൊരു വർഷം കടന്നു വരികയും ചെയ്യുമ്പോഴും നമുക്ക് ആലോചിക്കുവാനുള്ളത് കഴിഞ്ഞ നമ്മുടെ വർഷത്തെ പ്രവർത്തനങ്ങൾ നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു എന്നതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റു പല പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിചാരണയ്ക്ക് നമ്മൾ ഹാജരാക്കപ്പെടുമ്പോൾ അവൻ്റെ മുമ്പിൽ ഹാജരാക്കുവാൻ എൻ്റെ കൈവശം എന്താണുള്ളത്, എനിക്കെന്ത് മുടക്കുമുതലാണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന ചിന്തയോടുകൂടി കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുകയും അടുത്ത ഒരു വർഷത്തേക്ക് അതിനനുസരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു കാര്യം, അതിനു കൂടെ തന്നെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്, ഈ 12 മാസങ്ങളിൽ അർബഅത്തുൻ ഹുർമൻ, അതിൽ 4 മാസങ്ങൾ പവിത്രമാകുന്നു എന്നുള്ളത്. ഈ 4 മാസങ്ങൾ പവിത്രമാകുന്നു എന്നതിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്ന തുടർച്ചയായ 3 മാസങ്ങളും അല്ലാതെ റജബ് മാസവുമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ റജബ് മാസം അങ്ങനെ പവിത്രമാക്കപ്പെട്ടു. അതിൽ നമുക്ക് പ്രധാനമായും ആലോചിച്ചാൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം തന്നെ, ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ അക്രമം പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ആ മാസങ്ങൾ 4 മാസം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സന്ദർഭങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ ദിവസത്തിനും മാസത്തിനും സമയത്തിനുമൊക്കെ അള്ളാഹു പവിത്രത കൽപ്പിച്ചതിന് അതിനെ പവിത്രത കൽപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഓരോ രംഗത്തും അവിടെയെല്ലാം അത് സമയമാകട്ടെ, സന്ദർഭമാകട്ടെ, മാസമാകട്ടെ, ദിവസമാകട്ടെ, അവിടെയെല്ലാം അത് ഏത് രൂപത്തിലാണ് പ്രവാചകൻ അതിന് നമുക്ക് പവിത്രത കൽപ്പിച്ചിട്ടുള്ളത്, ഏത് നിലക്കാണ് അതിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്, അതിനനുസരിച്ച് കൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതുപോലെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റജബ് മാസത്തിന് യഥാർത്ഥത്തിൽ പ്രത്യേകമായ ഒരു നമസ്കാരമോ നോമ്പോ ഒന്നും പ്രവാചകൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള പല ദുരാചാരങ്ങളും പല ബിദ്അത്തുകളും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രവാചകൻ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ലാത്ത രൂപത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ആ നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ റജബ് മാസത്തിൽ അങ്ങനെ പ്രത്യേകമായ ഒരു, സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രത്യേകമായ നമസ്കാരമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നോമ്പോ ആ നിലക്കുള്ള പ്രത്യേകമായ എന്തെങ്കിലും പുണ്യകർമ്മങ്ങളോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ചരിത്രപരമായി അനുസ്മരിപ്പിക്കപ്പെടുന്ന കാര്യം പ്രവാചകന്റെ ജീവിതത്തിൽ സുപ്രധാനമായ ചില സംഭവങ്ങളാണ്. അത് ഇസ്രാവും മിറാജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റജബിനെ ചേർത്തി പറയാറുള്ളത്. ഇസ്രാവ് മിറാജ് എന്നുള്ളത് പ്രവാചകന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, അത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. മിറാജ് എന്നത് സ്വഹീഹായ ഹദീസുകളിലൂടെ പ്രവാചകൻ നടത്തിയിരിക്കുന്ന ആകാശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ബോധ്യപ്പെടുന്ന കാര്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കടപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവം നടന്ന ദിവസം അല്ലെങ്കിൽ ആ സംഭവം നടന്ന മാസം എന്ന നിലക്ക് പ്രത്യേകമായ വല്ല ഇബാദത്തുകളും കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മിഅ്റാജിൻ്റെ നോമ്പ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകത നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. നമ്മുടെ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഷ്ഠിക്കണമെങ്കിൽ കൃത്യമായ തെളിവ് ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടുണ്ടാകണം, അല്ലെങ്കിൽ പ്രവാചക വചനങ്ങളിലൂടെ സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അങ്ങനെ യഥാർത്ഥ മുത്തഖീങ്ങളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ ആശ്വാസം നൽകണമേ നാഥ.
സമാധാനപരമായ ഒരു ജീവിതം നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ നിലക്കുള്ളൊരവസ്ഥ നിലനിൽക്കാൻ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ച തമ്പുരാനെ, അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിക്കാനും അതിജീവിക്കുവാനും ഞങ്ങളുടെ ഈമാനിനെ നീ ശക്തിപ്പെടുത്തി തരികയും ആ നിലക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനശ്വരമായ സ്വർഗ്ഗത്തിൽ കുടുംബസമേതം എത്തിപ്പെടാൻ നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗ്ഹാറ. اللهم احينا للكتاب والسنه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا ارحم الراحمين.